വെൽക്കം ടു ലൈഫ് ഇൻ നോർത്ത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് വെച്ചിട്ടൊരു റെസിപ്പിയാണ്. ക്യാബേജ് വെച്ചിട്ട് ക്യാബേജ് ഫ്രിറ്റേഴ്സ്. അതിനുവേണ്ടി ആദ്യം നന്നായിട്ട് നമ്മൾ ക്യാബേജ് കഴുകി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ സീഡ്സ് ആണത്. നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതിൻ്റെ പിന്നാലെ നമുക്ക് കുറച്ച് ബേസൻ ഇടാം, ഗ്രൗണ്ട് ഫ്ലവർ. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. വെള്ളം ഒന്നും ചേർക്കണ്ട ഈ സമയത്ത്, കാരണം അതിൽ തന്നെ നമ്മുടെ ക്യാബേജിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ വരും. സോ എന്നിട്ട് കുറച്ച് നേരം കുഴച്ച് വയ്ക്കും. എന്നിട്ട് നല്ലോണം എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എയർ ഫ്രയറിൽ ചെയ്യണമെങ്കിൽ എയർ ഫ്രയറിലും ചെയ്യാം. ഓയിൽ അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, കുറച്ചും കൂടി ഹെൽത്തി വേർഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എയർ ഫ്രയറിലും ചെയ്യാം. നല്ലോണം ക്രിസ്പി ആയിട്ട് നമുക്കിതാ പൊരിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് നല്ല സോസ് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പക്ഷേ അത് കുറച്ചും കൂടി എലിവേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഇട്ടിട്ട് കുറച്ച് ജീരകം പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ കുറച്ച് ഹോൾ സ്പൈസസ് ഇടുന്നുണ്ട്. സോ ഒന്ന് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നതാണ് ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞ ഉള്ളി ഇടുന്നുണ്ട്. ചതച്ച ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി. അതിനുശേഷം നമ്മൾ പച്ചമുളകും നമ്മൾ കുത്തി അരിഞ്ഞിട്ട് തന്നെയാണ് ഇടുന്നത്. ഒന്ന് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്നിങ്ങനെ അതിന് കുറച്ചിങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ അതിനൊപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് കുറച്ച് മല്ലിപ്പൊടി. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പൊടികളൊക്കെ നല്ലോണം ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ്ചറിനെ കൊണ്ടുവരാം. സോ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ, കാരണം നമുക്ക് ഈ പൊരിച്ചെടുത്തുകൊണ്ട് തന്നെ ഇത് ഈ വെള്ളത്തിനെല്ലാം സോക്ക് ചെയ്തെടുക്കും. സോ കുറച്ച് എക്സ്ട്രാ വെള്ളം ഒഴിച്ചോളൂ. പിന്നെ ഞാനിതിൽ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നമുക്ക് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഗ്രേവിയിലൊന്ന് ഇതാക്കി എടുക്കാം. സോ നമുക്ക് എന്താണെങ്കിൽ നമ്മളുടെ ഫ്രിറ്റേഴ്സ് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രിറ്റേഴ്സ് ഇട്ട് നല്ലോണം തന്നെ ഇളക്കുകയാണ്. ഇതൊന്ന് നല്ലോണം മസാല പിടിക്കത്തക്ക രീതിയിൽ ഞാൻ ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ല, വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. സോ ദാറ്റ് നമുക്ക് ചപ്പാത്തീൻ്റെ ഒപ്പം കൂട്ടാതെ, അല്ലെങ്കിൽ നമുക്ക് പറാഠ, നാൻ എന്തിൻ്റെ ഒപ്പം കൂട്ടാട്ടോ. ബ്രെഡ് ഐറ്റംസിൻ്റെ ഒപ്പം ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക. ചോറിനെക്കാട്ടിയും കൂടുതൽ ഇങ്ങനത്തെ ബ്രെഡ്, ചപ്പാത്തി അങ്ങനത്തെ സംഭവത്തിൻ്റെ ഒക്കെ ഇപ്പോഴേക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഞാൻ കഴിച്ചത് നാനിൻ്റെ കൂടെയാണ്. സോ എനിക്ക് നാനിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമായി. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. സോ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില തൂവുക, അതേപോലെ തന്നെ നമ്മുടെ കസൂരി മേത്തി. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം റെഡി. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ചു നോക്കുക. എന്താണെങ്കിലും നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ എന്നോട് പറയുക, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ താങ്ക് യു, ബൈ.